അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹി വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. തിരുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച വളവില്ലാത്ത യഥാർത്ഥ ദീനിന്റെ ലക്ഷണം അത് ആദരവാണ്, ബഹുമാനമാണ്. പരിശുദ്ധമായ ദീനിൽ ആദരവിനും ബഹുമാനത്തിനും മാത്രമേ സ്ഥാനമുള്ളൂ. അല്ലാഹു സുബ്ഹാനഹു വ തആല ആരെയെല്ലാം ആദരിക്കണമെന്ന് പഠിപ്പിച്ചോ അവരെ ആദരിക്കുന്നവരാണ് മുഅ്മിനീങ്ങൾ. എന്നാൽ ബിദ്അത്തിന്റെ കക്ഷികൾ പരിശുദ്ധമായ ദീനുൽ ഇസ്ലാമിന്റെ യഥാർത്ഥ മാർഗത്തിൽ നിന്ന് മാർഗഭ്രംശം സംഭവിച്ചുകൊണ്ട് പുത്തനാശയവുമായി കടന്നു വരുമ്പോൾ അവർ ആക്ഷേപിക്കാറുള്ളതും അവർ ആക്രമിക്കാറുള്ളതും അള്ളാഹു മഹത്വം നൽകിയ ഔലിയാക്കളെയും നബിമാരെയുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. ഇത് ഇന്നോ ഇന്നലെയോ തുടങ്ങിയതല്ല. തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാലം മുതൽക്ക് തന്നെ ബിദ്അത്തിന്റെ കക്ഷികളിൽ നിന്ന് തെറികളും ആക്ഷേപങ്ങളും പരിഹാസങ്ങളും ധാരാളമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടതായിട്ട് കാണാൻ കഴിയും. ഹബീബരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരിക്കൽ യുദ്ധസ്വത്ത് ഓഹരി വെക്കുമ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുഖത്ത് നോക്കിയിട്ട് യഅ്ദിൽ യാ മുഹമ്മദ്, ഓ മുഹമ്മദെ നീതി പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ജനമധ്യത്തിലിട്ടുകൊണ്ട് ആക്ഷേപിച്ച ബിദ്അത്തിന്റെ നേതാവിന്റെ പേരാണ് ദുൽഖുവൈസിറത്തു തമീമി എന്നുള്ളത്. അന്ന് ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹത്തിന് നേരെ വളരെ ഗൗരവത്തോടുകൂടെ ഞാൻ അദ്ദേഹത്തിന്റെ തലയടക്കാം നബിയെ, എനിക്കൊന്ന് അവസരം തരണമെന്ന് പറഞ്ഞുകൊണ്ട് ചാടിയപ്പോൾ ഹബീബരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞൊരു മറുപടിയുണ്ട്. ദഅഹു, അവനെ വിട്ടേക്കുക. ഫഇന്ന ലഹു അസ്ഹാബൻ യഹ്തുറു അഹദുക്കും സ്വലാത്തഹു മഅ സ്വലാത്തിഹിം വസിയാമഹു മഅ സിയാമിഹിം. അവനിക്കൊരു വിഭാഗം അനുയായികൾ ഇവിടെ വരാനുണ്ട്. അവർ നിസ്കാരക്കാരായിട്ടാണ് അറിയപ്പെടുന്നത്. അവരെ നിസ്കാരം കാണുമ്പോൾ നിങ്ങളുടെ നിസ്കാരത്തെ നിങ്ങൾ നിസാരമായി കാണും. അവരുടെ നോമ്പ് കാണുമ്പോൾ നിങ്ങളുടെ നോമ്പ് എത്രയോ നിസാരമായി പോയി എന്ന് നിങ്ങൾക്ക് തോന്നും. യഖ്റഊനൽ ഖുർആന ലാ യുജാവിസു തറാഖിയഹും. പരിശുദ്ധ ഖുർആൻ തന്നെയാണ് അവർ ഓതുക, പക്ഷേ ആ ഖുർആൻ അവരുടെ തൊണ്ടക്കുഴി വിട്ടുകിടക്കുകയില്ല. ഒരിക്കലും തന്നെ ആ ഖുർആൻ പഠിപ്പിക്കുന്ന സുന്ദരമായ ആശയം അവരുടെ ജീവിതത്തിൽ പാലിക്കാനോ ആ ആശയത്തോട് നീതി പുലർത്താനോ അവർക്ക് സാധിക്കുകയില്ല. ഹബീബരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വരെ ജീവിതത്തിൽ ആക്ഷേപിച്ചുകൊണ്ട് പാരമ്പര്യം തെളിയിച്ച ബിദ്അത്തിന്റെ നേതാക്കന്മാരിൽ നിന്ന് പാരമ്പര്യം ഉൾക്കൊണ്ട ബിദ്അത്തിന്റെ കക്ഷികൾ എവിടെ ലോകത്ത് വന്നാലും അവരുടെയൊക്കെ സ്വഭാവമായി കാണുന്നത് നിസാരപ്പെടുത്തലും ആക്ഷേപിക്കലും തെറി പറയലുമാണ്. നേതാക്കന്മാരിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു സമീപനം കൈമാറപ്പെടുമ്പോൾ അണികളിലും ഈ ഒരു സ്വഭാവമാണ് കാണപ്പെടുക എന്നതിൽ യാതൊരു സംശയവുമില്ല. ആ കൂട്ടത്തിൽ ഒരു തെറി പ്രഭാഷണത്തെ കുറിച്ച് കൊണ്ടാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പലപ്പോഴായി മൊബൈൽ കിട്ടേണ്ട ആളുകളുടെ കയ്യിലല്ലാതെ മൊബൈൽ എത്തിപ്പെട്ടു പോയാൽ, ഈ സോഷ്യൽ മീഡിയയുടെ സംവിധാനങ്ങളൊക്കെ തലക്ക് വെളിവില്ലാത്തവന്റെ കയ്യിൽ എത്തിപ്പെട്ടു പോയാൽ സമൂഹം അനുഭവിക്കേണ്ടി വരുന്ന പല അസ്വസ്ഥതകളുമുണ്ട്. അതിൽപ്പെട്ട ഒരു അസ്വസ്ഥതയാണ് മൻസൂർ മണ്ണാർക്കാട് എന്ന് പറയുന്ന വ്യക്തിയിലൂടെ ഈ സമൂഹത്തിൽ സൃഷ്ടിക്കപ്പെടുന്നത്. തന്റെ യൂട്യൂബ് ചാനലിലൂടെ തനിക്ക് മുന്നിൽ മൊബൈൽ ഫോൺ വെച്ചുകൊണ്ട് അല്ലാഹു തആല മഹത്വം നൽകിയ മഹാന്മാരെ ഓരോ ദിവസവും അതല്ലെങ്കിൽ ഓരോ ദിവസത്തിലെ മണിക്കൂറുകളിലും വെട്ടിത്തുന്നുക, അവരെ ഇങ്ങനെ കുറ്റം പറഞ്ഞുകൊണ്ട് വീഡിയോകൾ സംപ്രേഷണം ചെയ്യുക എന്നുള്ളതാണ് വിദ്വാന്റെ ഏറ്റവും വലിയ തൊഴിൽ. ഇവന് എല്ലാവിധ സംസ്കാരവും പഠിപ്പിക്കപ്പെട്ടത് വഹാബി പാഠശാലയിൽ നിന്നാണ് എന്നതുകൊണ്ട് അതിൻ്റെതായ എല്ലാ നേട്ടവും ഇവനിൽ കാണാനും കഴിയും. ലോകത്തിൽ ലക്ഷക്കണക്കിന് ആളുകൾ ആദരിക്കുകയും അവരിൽ നിന്ന് ബറക്കത്തുകൾ സ്വീകരിക്കുകയും അവരിൽ നിന്ന് ഉണ്ടായ ജീവിതാനുഭവങ്ങൾ ഇന്നും വിളിച്ചു പറയുകയും ചെയ്യുന്ന വലിയ ബഹുമാനം അല്ലാഹു നൽകിയ മടവൂർ ശൈഖുനെയാണ് പലപ്പോഴും ഇവരുടെ അക്രമങ്ങൾ ഇവർ തെരഞ്ഞെടുക്കാറുള്ളത് എന്ന് നമുക്ക് കാണാൻ കഴിയും. ആ കൂട്ടത്തിൽ യാതൊരു ദയവുമില്ലാതെ, യാതൊരു മനുഷ്യത്വവുമില്ലാതെ, യാതൊരു സഹിഷ്ണുതയുമില്ലാതെ സംസ്കാരത്തിന്റെ ബാലപാഠം പോലും തൊട്ട് തീണ്ടിയിട്ടില്ല എന്ന് തെളിയിച്ചുകൊണ്ട് അദ്ദേഹം നടത്തിയ ഒരു വീഡിയോ നമുക്ക് കാണാം. ബഹുമാനപ്പെട്ട സി.എം. വലിയുള്ളാഹിയുമായി വല്ലാത്ത ബന്ധമുള്ളവരാണ് വലുത്തൊരു ബാബാനെ അരികിൽ എന്നെ ഏൽപ്പിച്ചത് സി.എം. വലിയുള്ളാഹിയാണ്. ബഹുമാനപ്പെട്ടവർ എന്നോട് പറഞ്ഞിട്ടുണ്ട്, സി.എം. വലിയുള്ളാഹിയുമായി പലപ്പോഴും ബന്ധപ്പെടുമ്പോ ഏതോ ഭാഷ സംസാരിക്കുകയാണ്. അത് കൂട്ടിയിട്ട് കത്തിച്ചതിന്റെ ഭാഗമായിരിക്കും. അതാണ് മനസ്സിലാക്കാനുള്ളത്. ചില ആളുകളുണ്ട്, അവര് ആദ്യമായിട്ട് വല്ലതൊക്കെ കൂട്ടിയിട്ട് കത്തിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ എടുത്തിട്ട് ചുരുട്ടി വലിക്കുകയൊക്കെ ചെയ്യുമ്പോൾ അറിയാത്ത ഇംഗ്ലീഷൊക്കെ പറയാറുണ്ട് എന്നുള്ളതാണ് കേട്ടിട്ടുള്ളത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ഇവന്റെ സംസ്കാരം എന്താ? ഇവൻ ഏത് തറവാടിൽ ജനിച്ചു? ഈ തറവാടിൽ പഠിപ്പിക്കുന്ന സംസ്കാരം എന്താ? മനുഷ്യന്മാർ ജനിക്കുന്ന തറവാട്ടിലാണോ ഇവൻ ജനിച്ചിട്ടുള്ളത്? അരിയാഹാരം തിന്നുന്ന, വെളുത്ത ഭക്ഷണം അരിയാഹാരമായി കഴിക്കുന്ന, മൂക്ക് കീപ്പട്ട ഒരു മനുഷ്യനാണോ ഇവൻ എന്നതിൽ നമുക്ക് സംശയിച്ചു പോവുകയാണ്. ഞങ്ങളവിടെ ഒന്ന് രണ്ട് ആളുകൾ ഉണ്ടായിരുന്നു. അവർ വൈകുന്നേരം വരെ കല്ല് പൊട്ടിക്കാനും അതുപോലെ മറ്റുള്ള കിളക്കുക പോലെയുള്ള വലിയ ഭാരമേറിയ ജോലികളൊക്കെ ചെയ്യും. ആ ജോലിയൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ട് കൂലിയും വാങ്ങിയിട്ട് നേരെ, അന്ന് നമ്മുടെയൊക്കെ നാട്ടിൽ ചാരായ ഷാപ്പ് എന്ന് പറയുന്ന ഒരു സാധനം ഉണ്ടായിരുന്ന കാലമാണ്. ചാരായ ഷാപ്പുകൾ AK ആന്റണി ഭരണത്തിലിരിക്കുന്ന സമയത്താണ് ഇതൊന്നും നിരോധിക്കുന്നത്. അപ്പോൾ ഈ ചാരായ ഷാപ്പ് പോയിട്ട് അവിടെ കുറച്ച് ഈ പണിയെടുത്ത് കിട്ടിയ കൂലിയിൽ നിന്ന് അതിൽ പകുതി മുക്കാലും അവർക്ക് കുടുംബത്തേക്ക് എത്തിയിട്ടില്ലെങ്കിലും കുഴപ്പമില്ല, അവരുടെ വയറ്റേക്ക് കള്ളത്തണം എന്നുള്ള നിലക്ക് ഈ ചാരായം മൂക്കുമുട്ടയെ വലിച്ചു വാരി കുടിക്കും. അത് കഴിഞ്ഞാൽ പിന്നെ ഒരു പറയുന്ന ഇംഗ്ലീഷ് കേട്ടാൽ
ഇംഗ്ലീഷുകാർക്ക് പോലും ഞെട്ടിപ്പോകും എന്നുള്ളതാണ് സാധാരണ പറയാറുള്ളത്. അപ്പൊ അത് വലിയൊരു കറാമത്തായിട്ട് പറയണ്ടെന്ന് പറഞ്ഞത്. ഒരു ബീഡി കഞ്ചാവോ 100 മില്ലി ചാരായമോ അടിച്ചാൽ വരുന്ന ഇംഗ്ലീഷ് അതൊരു കറാമത്താണെന്നുണ്ടെങ്കിൽ കള്ളുടിയന്മാരും കഞ്ചാവുലിയന്മാരും മൊത്തം കറാമത്തേരായി പോണ്ടേ? എന്താണ് മൂല്യം നിങ്ങൾ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ആരാണ് മൻസൂർ എന്നോട് പറഞ്ഞത് കഞ്ചാവ് അടിച്ചതിന്റെ പേരിലാണ് മഹാനവറുകളിൽ നിന്ന് കറാമത്തുണ്ടായത് എന്ന്? ലഹരി ഉപയോഗിച്ചതിന്റെ പേരിലാണെന്നുള്ളത് എന്ത് രേഖയാണ് മൻസൂർ എന്റെ കയ്യിലുള്ളത്? അള്ളാഹു തആല ബഹുമാനം നൽകിയ, ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ആദരിക്കുന്ന, ഒരു ആത്മീയ നേതൃത്വമായി കാണുന്ന ഒരു മഹാനെ കുറിച്ച് തോന്നിവാസം പറയാം. ഇത് പറയാൻ വേണ്ടി പഠിപ്പിക്കുന്ന പാഠശാലന്റെ പേരാണ് വഹാബിസം. സമൂഹം കേൾക്കണത്, സമൂഹം അറിയണം. ഇത് ഒരു തറവാട്ടിൽ പിറന്ന് മാന്യമായി ജീവിച്ച് മാന്യമായി ഈ സമൂഹത്തിന് ഉത്ബോധനം നൽകി ലക്ഷക്കണക്കിന് ആളുകൾക്ക് സമാധാനം പകർന്നു നൽകി വഫാത്തായി പോയ ഒരു മഹാനെ കുറിച്ച് പറയാ കഞ്ചാവിന്റെ ആളായിരുന്നു. എന്ത് രേഖയാണോ നിനക്കുള്ളത്? എവിടുന്നാണ് ഈ സംസ്കാരം പഠിച്ചിട്ടുള്ളത്? സമനിലയില്ലാതെ മുമ്പിൽ മൊബൈൽ വെച്ചുകൊണ്ട് തന്റെ കയ്യിൽ എന്തെങ്കിലും ഒരു സംവിധാനം ഉണ്ടെങ്കിൽ അത് മുന്നിൽ നാട്ടി നിർത്തിക്കൊണ്ട് സമനിലയില്ലാതെ വിളിച്ചു പറയുമ്പോൾ അതിന്റെ പേരല്ലേ മൻസൂറെ കഞ്ചാവ്? നീ പറഞ്ഞ സംഗതികളൊക്കെ ചാരായവും മദ്യവും ഇതൊക്കെ യോജിക്കാതിരിക്കുക. ഓരോ ദിവസവും മൊബൈൽ മുന്നിൽ വെച്ചുകൊണ്ട് തൊള്ളി തോന്നിയത് അല്ലാഹു തആല ബഹുമാനിച്ച മഹത്തുക്കളാകുന്ന മഹാന്മാരുടെ പേരിലും മാന്യന്മാരുടെ പേരിലും ഒരാൾ വിളിച്ചു പറയുന്നുണ്ടെങ്കിൽ അവനെ കുറിച്ച് ആ നാട്ടുകാർ പറയാം തലക്ക് വെളിവില്ല. അവന് വൈകുന്നേരം ആയാല് 4 കാലുമ്മലാണ്, അതല്ലെങ്കിൽ അവന് സംസാരിക്കുന്നതിന് വെളിവില്ല, അവൻ എന്ത് പറയുന്നു എന്ന് ബോധം ഉണ്ടാവില്ല. ഇത് ആരെക്കുറിച്ചാ മൻസൂറെ പറയുന്നത്? ഇത് തിരിച്ച് നിനക്ക് കേൾക്കേണ്ടി വരാത്തത് എന്തുകൊണ്ടാ? നീ ആക്ഷേപിക്കുന്ന സമൂഹത്തിനൊരു മാന്യത ഉണ്ട്. ആ മാന്യതയുടെ ഒരു ഔദാര്യത്തിലല്ലടോ നീ ഇതൊക്കെ വിളിച്ചു പറയുന്നത്? ഏത് സമൂഹത്തിന്റെ മുന്നിലാണ് നീ വിളിച്ചു പറയുന്നത്? നിന്റെ വീഡിയോക്ക് അടിയിൽ വന്നുകൊണ്ട് നിന്നെ പ്രൊമോട്ട് ചെയ്യുന്ന വഹാബി വെട്ടുകിളികൾ, അവരിൽ ഞങ്ങൾ അതേ പ്രതീക്ഷിക്കണുള്ളൂ. കാരണം അവരെ പറഞ്ഞിട്ട് കാര്യമില്ല. അവർക്കിത് പഠിപ്പിച്ചു കൊടുക്കുന്ന ഒരു പാഠശാല, ഞാൻ നേരത്തെ പറഞ്ഞ വഹാബിസം, മനുഷ്യനെ ക്രൂരതയിലേക്ക് കൊണ്ടുപോകുന്ന, മനുഷ്യത്വം ഒരു മനുഷ്യന്റെ മനസ്സിൽ നിന്ന് എടുത്തു കളയുന്ന, ഒരു മനുഷ്യനെ ഏത് നിലക്കും ക്രൂരനാക്കാൻ പ്രേരിപ്പിക്കുന്ന ആ പ്രത്യയ ശാസ്ത്രത്തിന്റെ പേരാണ് വഹാബിസം. ഈ വഹാബിസം പഠിച്ചിട്ടാണ് മൻസൂറെ നിന്നെ പോലുള്ള പലരും ഈ സ്പിരിറ്റ് കൂടിയിട്ട് സിറിയയിലേക്ക് വണ്ടിയേറിയത്. നമ്മുടെ കേരളക്കരയിലും മുസ്ലിം സമൂഹത്തിന് മാനക്കേടുണ്ടാക്കി, വഷളത്തരണ്ടാക്കി ഇവിടുന്ന് പലരും വണ്ടി കയറിയത്. അവരൊക്കെ അവരുടെ ആദ്യത്തെ പാഠശാല എന്ന് പറയുന്നത് വഹാബിസമാണ്. അവർ പിച്ച വെച്ച് പഠിച്ചു വളർന്നത് അല്ലാഹുവിന്റെ മഹത്തുക്കളെ തെറി പറഞ്ഞിട്ടാണ്. അവർ 1-ാം ക്ലാസ്സും 2-ാം ക്ലാസ്സും 3-ാം ക്ലാസ്സും അവർ പഠിച്ചെടുത്ത മുഴുവൻ പഠനങ്ങളുടെ മേഖലകളും മഹത്തുക്കളെ നിസാരപ്പെടുത്തലും മുഅ്മിനീങ്ങളെ ശിർക്കാരോപിക്കലുമായിരുന്നു. ഈ ഒരു സംസ്കാരത്തിന് തിരിച്ച് അങ്ങോട്ട് പറയാൻ നാവ് പൊന്താത്തത് കൊണ്ടോ, നിന്നെ ഈ ഇങ്ങനെ പറയുമ്പോൾ അതിന് തിരിച്ചു പറയാൻ കഴിയാത്തത് കൊണ്ടല്ല. നീ ഭൂരിപക്ഷ സമൂഹത്തെയാണ് അവഹേളിക്കുന്നത്. അവരൊന്ന് വിചാരിച്ചാൽ നീ ഏത് നിലക്കും നിന്നെ കൈകാര്യം ചെയ്യാൻ അവർക്ക് കഴിയും. പക്ഷെ അവരത് ചെയ്യില്ല. എന്തേ കാരണം? നീ ഇപ്പൊ ആക്ഷേപിക്കുന്ന മടവൂർ ശൈഖുനുണ്ടല്ലോ, അവര് പഠിപ്പിച്ചു കൊടുത്തൊരു സംസ്കാരമുണ്ട്. ആ സംസ്കാരം ഉൾക്കൊണ്ടവരാണ് ഇവിടെയുള്ള ലക്ഷക്കണക്കിന് മുഅ്മിനീങ്ങൾ. അതുകൊണ്ടാണ് ആ ഔദാര്യത്തിന്റെ തണലിലാണ് ധൈര്യത്തോടുകൂടെ ഒരു നിലക്കും നിനക്കൊരു അക്രമം വരില്ല എന്നുള്ള ധൈര്യത്തോടുകൂടെ പച്ചത്തെറി നീ വിളിച്ചു പറയുന്നത്. എവിടെയോ ആണ് ആളുള്ളത്. അതെവിടെയല്ല, അവിടെ തന്നെ ഉണ്ട്. മനസ്സിലാവുണ്ടല്ലോ അല്ലേ? അതിങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ നമ്മൾ ബന്ധപ്പെടുമ്പോ അല്പം കഴിഞ്ഞാൽ പിന്നെ നമ്മോട് ബന്ധപ്പെടും. എന്നിട്ട് പറയും ഞാൻ ഇന്ന നാട്ടിലായിരുന്നു. ഓലില്ലേ, ഞാൻ നേരത്തെ പറഞ്ഞ ആളുകള് ഭാരമേറിയ ജോലിയൊക്കെ ചെയ്തിട്ട് ക്ഷീണിതനായി കൊണ്ടുപോയിട്ട് ചാരായ അടിച്ച ഓല് പിന്നെ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെന്നും അമേരിക്കൻ പ്രസിഡന്റ് ആണെന്നും ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പണ്ട് ഗൾഫ് യുദ്ധം നടക്കുന്ന സമയത്ത് ബുഷിനോട് ഞങ്ങൾ യുദ്ധം നിർത്താൻ നടക്കാൻ പറഞ്ഞേ പറഞ്ഞിട്ടുണ്ട്. നിന്റെ വീഡിയോ ഒന്ന് തലക്കം നിർത്തി കണ്ടോക്കിയാൽ മതി. നേരം പുലർന്ന മുതൽ വൈകുന്നേരം വരെ നീ പുലമ്പുന്ന ഓരോരോ വൈരുദ്ധ്യങ്ങളും, നീ പുലമ്പുന്ന ഓരോ നിന്റെ മാനസിക രോഗത്തിന്റെ ഭാഗമായിട്ട് വരുന്ന ഓരോ കാര്യങ്ങളൊക്കെ, ഇതൊക്കെ ഒരു സമനില തെറ്റിയതിന്റെ ഭാഗമായിട്ട് വരുന്നതാണ്. നീ വല്ലതും അടിച്ചിരുന്നോ? അതൊന്നും പറയാൻ ഞാൻ ആളല്ല. ആ ഒരു സംസ്കാരം എനിക്ക് പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. പക്ഷേ വഹാബി പാഠശാലയിൽ നിന്ന് നിനക്ക് നിന്റെ തലച്ചോറ്റിലേക്ക് പകർന്നു നൽകപ്പെട്ട ഈ തീവ്രവാദം, ആ തീവ്രവാദത്തിന്റെ പേരിലാണ് നീ കുരക്കുന്നത് എന്ന് വളരെ മാന്യമായിട്ട് ഞാൻ നിന്നോട് ഉണർത്തുക. അപ്പൊ അത് വലിയ കറാമത്തല്ല. ഇത് കറാമത്തല്ല, ഇത് ഗുരുത്തക്കേടാണ്. മൊബൈൽ തുറന്നു വെച്ചുകൊണ്ട് അള്ളാഹു ബഹുമാനിച്ചവരെയും മാന്യന്മാരെയും തെറി പറയലും ആക്ഷേപിക്കലും ഇതൊരു മനുഷ്യന്റെ ഏറ്റവും വലിയ നിസാരതയാണ്. നല്ല തറവാട്ടിൽ പറഞ്ഞവൻ, നല്ല രീതിയിൽ ഹലാലായി ജനിച്ചവൻ, അള്ളാഹു സുബ്ഹാനഹു വ തആല ഹലാൽ തിന്നാൻ ഭാഗ്യം കൊടുത്തവൻ അവന്റെ നാവിലൂടെ പറയാത്തതാണ്. 100 മില്ലി അല്ലെങ്കിൽ 200-300 മില്ലി ചാരായ അടിച്ചാൽ വരുന്ന കറാമത്ത്, ആ കറാമത്ത് ഇവിടെയുള്ള ചില ആളുകൾ ചെയ്തിരുന്നു പണ്ട് കാലത്ത്. ഇപ്പോഴും അങ്ങനത്തെ കറാമത്ത് ഇപ്പൊ MDMA അടിച്ചിട്ടാണ് കറാമത്ത് ചെയ്യുന്നത്. അപ്പൊ അതൊന്നും വലിയ കറാമത്തായിട്ട് പറയണ്ട. MDMA അടിച്ചിട്ടുള്ള കറാമത്ത് ഏതാണെന്നുള്ളത് നിന്റെ സംസാരം കേട്ടാറിയും. ഞാനത് പറയുന്നില്ല, നീ വിലയിരുത്തുക. നീ സംസാരിക്കുന്നത് ഒരു തറവാട്ടിൽ മാന്യമായി പറന്ന് ജീവിക്കുന്ന ഒരു മനുഷ്യനെ, നാട്ടിലൂടെ മാന്യമായി ജീവിക്കുന്ന അദ്ദേഹം കഞ്ചാവ് കച്ചവടം നടത്തിയതിന് രേഖല്ല, ലഹരി ഉപയോഗിച്ചിട്ടില്ല, ആളുകൾ മുഴുവനും ആത്മീയ നേതാവായി കാണുന്ന, ഒരു തെറ്റും ചെയ്യാത്ത ഒരു മഹാൻ, ഒരു രേഖയില്ല, വെറുതെ വന്നിട്ട് അവർ ലഹരിയുടെ ആളായിരുന്നു, അവർ ലഹരി അടിച്ച ആളായിരുന്നു എന്ന് പച്ച നുണ പറയുമ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നീയൊക്കെ ഈ മൊബൈൽ മുന്നിൽ വെച്ചിട്ട് ഇത് പറഞ്ഞുകൊണ്ട്
നിന്റെ ഈ കുഞ്ഞാടുകളെ, ഈ വഹാബി തീവ്രവാദം തലക്ക് അടിച്ചു കയറ്റപ്പെട്ട കുഞ്ഞാടുകളെ ആവേശം കൊള്ളിക്കുന്നത് എന്തുകൊണ്ടാ? ആ കുടുംബം പ്രതികരിക്കില്ല എന്ന് നിനക്കറിയാം. കാരണം അവർ മാന്യന്മാരാണ്, അവർ ദീനുൽ ഇസ്ലാമിന്റെ വക്താക്കളാണ്, യഥാർത്ഥ ഇസ്ലാമിനെ ഉൾക്കൊണ്ട് മടവൂർ ശൈഖുനയിലൂടെ മനസ്സിലാക്കിയ കുടുംബമാണ്. അതുകൊണ്ട് ഒരു കേസ് പോലും, ഒരു പെറ്റി കേസ് പോലും നിനക്ക് വരില്ല എന്ന് നിനക്കറിയാം. അവരെ ഉൾക്കൊണ്ട ലോകത്തുള്ള ലക്ഷക്കണക്കിനുള്ള മുഅ്മിനീങ്ങൾ അവരാരും പ്രതികരിക്കില്ല എന്ന് നിനക്കറിയാം. നീ ഈ ഭാഷയിൽ നാട്ടിലുള്ള ഏതെങ്കിലും ഒരു സാധാരണക്കാരനെ കുറിച്ച് നീ ഒന്ന് വീഡിയോ ചെയ്യ്. നിന്റെ ലൊക്കേഷൻ നോക്കിയിട്ട്, നിന്റെ ഈ മോന്തായം ഉണ്ടല്ലോ, ആ മോന്തായത്തിന്റെ ലൊക്കേഷൻ നോക്കിയിട്ട് വന്നിട്ട് വീട്ടിൽ കയറിയിട്ട് ഒരു ഒറ്റ പല്ലില്ലാതെ അടിച്ചു കൊയ്ക്കാൻ ഇവിടെ ആൺകുട്ടികൾ ഉണ്ടാവും. ആ ആൺകുട്ടികൾ മൻസൂറെ സുന്നികളിൽ ഇല്ലാഞ്ഞിട്ടല്ല, പരിശുദ്ധ ഇസ്ലാമിന്റെ വക്താക്കളിൽ ഇല്ലാഞ്ഞിട്ടല്ല മൻസൂറെ, മനസ്സിലാക്കിക്കോ. അങ്ങനെ ഒരു സംസ്കാരം മടവൂർ ശൈഖുന പഠിപ്പിച്ചിട്ടില്ല. അങ്ങനെ ഒരു സംസ്കാരം നീ ഇവിടെ ക്ലിപ്പിട്ടുകൊണ്ട് പരിഹസിക്കണ്ടല്ലോ പകര ഉസ്താദിനെ. മടവൂർ ശൈഖുനയുമായി വല്ലാത്ത ബന്ധം നിലനിർത്തിയിരുന്ന മഹാനായ പകര ഉസ്താദിനെ ഏതെല്ലാം ക്ലിപ്പിലൂടെ മൻസൂറെ നീയും നിന്റെ കൂട്ടാളികളും ആക്ഷേപിച്ചിട്ടുണ്ട്. ഇന്ന് വരെ എന്തെങ്കിലും ഒരു നടപടി എടുത്തിട്ടുണ്ടോ? ഇന്ന് വരെ പ്രതികരിച്ചിട്ടുണ്ടോ? പ്രതികരിക്കാത്തത് അവരുടെ ദൗർബല്യമല്ല, അവർ പഠിച്ചത് ഉന്നതമായ സംസ്കാരമാണ്. അവരെ ഉന്നതമായ സംസ്കാരം പഠിപ്പിച്ച പാഠശാലകൾ മടവൂർ ശൈഖുനയെ പോലെയുള്ളവരുടെ പാഠശാലകളായിരുന്നു. അത് നീ മനസ്സിലാക്കണം. ഒരിക്കലും തന്നെ നിന്റെ ഈ സംസ്കാരം തിരിച്ച് ഒരു ശൂന്യവും ചെയ്യാത്തത് അവർ പഠിച്ചത് യഥാർത്ഥ സംസ്കാരമായതുകൊണ്ടാണ്. ഇതല്ല മൻസൂറെ മതത്തിന്റെ പ്രബോധനം. നീ മൊബൈൽ മുന്നിൽ വെച്ചുകൊണ്ട് വീഡിയോ ചെയ്യുന്നതിലൂടെ നീയും വാദിക്കുന്നത് ഞാനൊരു മതത്തിന്റെ പ്രബോധനമാണ് ചെയ്യുന്നതല്ലേ? നിന്റെ ഈ വീഡിയോ യൂട്യൂബിൽ പബ്ലിക്കിൽ ഇടുമ്പോൾ ആരെല്ലാം കാണുന്നുണ്ട് മൻസൂറെ? മതമുള്ളവനും മതമില്ലാത്തവനും പരിശുദ്ധ ഇസ്ലാമിനെ പല വിധത്തിൽ വീക്ഷിക്കുന്നവനും നിന്റെ വീഡിയോ കാണില്ലേ? ഈ നിലക്കാണോ മതപ്രബോധനം നടത്തേണ്ടത്? നിങ്ങൾ ഇതേ ഞങ്ങൾ പ്രതീക്ഷിക്കുന്നുള്ളൂ. കാരണം നിങ്ങൾക്ക് പഠിപ്പിക്കപ്പെടുന്ന ആദർശം തീവ്രവാദമാണ്. എന്തേ നിങ്ങളെ പഠിപ്പിച്ചത്? അൽമനാറിൽ എന്തേ നിങ്ങൾ എഴുതി വെച്ചത്? നേർച്ചകൾ എന്ന പേരിൽ നിങ്ങളെ നേതാക്കന്മാർ NV ഇബ്രാഹിം സാഹിബ് എന്ന് പറയുന്ന വഹാബികളുടെ തലതൊട്ടപ്പനായ നേതാവ് എഴുതി വെച്ചത് ഖബറുകൾക്ക് നേർച്ച നേരുന്നതിൽ ഫലമുണ്ടെന്നും പ്രതിഫലമുണ്ടെന്നും വിശ്വസിക്കുന്നവൻ വിഡ്ഢിയും വഴിപിഴച്ചവനുമാകുന്നു. അള്ളാഹുവിന്റെ അടുക്കലേക്ക് ആവശ്യപൂരണത്തിന് തന്മൂലം വഴി തുറക്കുമെന്നും വിഷമങ്ങൾ അത് നീക്കുമെന്നും സുഖ സൗകര്യങ്ങൾക്ക് അത് വഴി തുറക്കുമെന്നും ആയുസിനെ സംരക്ഷിക്കുമെന്നും ഒക്കെ വിശ്വസിക്കുന്നവൻ അവിശ്വാസിയും മുശ്രിക്കുമായിരിക്കും. നിങ്ങളെ നേതാവ് പഠിപ്പിച്ചതാണ്. ഈ പാഠശാലയിൽ നിന്നും ഈ പാഠപുസ്തകത്തിൽ നിന്നുമുള്ള സംസ്കാരല്ലേ മൻസൂറെ നിന്റെ കയ്യിലുണ്ടാവുള്ളൂ? ഇത് പറഞ്ഞ് നിർത്തിയിട്ടില്ലല്ലോ. അവനെ കൊല്ലൽ നിർബന്ധമാണ്. ഇവിടെ മാന്യമായ രീതിയിൽ വിശ്വാസം ഉയർത്തിപ്പിടിച്ച് അഭിമാനത്തോടുകൂടെ സമാധാനത്തോടുകൂടെ ജീവിക്കുന്ന മുസ്ലിമിനെ കുറിച്ച് നിന്റെ നേതാക്കന്മാർ നീ അടക്കമുള്ള വഹാബികളെ പഠിപ്പിച്ച നിലപാട് അവരെ കൊല്ലണമെന്നാണ്. അങ്ങനെ പഠിപ്പിക്കപ്പെട്ട അനുയായികളിൽ നിന്ന് ഈ ഒരു സംസ്കാരമല്ലാതെ ഞങ്ങൾ പ്രതീക്ഷിക്കണോ മൻസൂറെ? സോറി, ഞങ്ങൾ ഇതേ പ്രതീക്ഷിക്കുന്നുള്ളൂ. പക്ഷെ ചിലതൊക്കെ കേൾക്കുമ്പോൾ സങ്കടം കൊണ്ട് പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല. എന്നാലും നീ പ്രതികരിക്കുന്നത് പോലെ കഞ്ചാവടിച്ചു, കള്ളു കുടിച്ചു എന്നൊക്കെ നിന്റെ അടയാളം വെച്ചിട്ട് പോലും ഞങ്ങൾ പറയില്ല. അത് ഞങ്ങളെ പഠിപ്പിക്കപ്പെട്ടിട്ടില്ല. മഹാന്മാരായ പ്രവാചകന്മാർ പോലും തെറ്റ് ചെയ്തു എന്ന് എഴുതി വെച്ച് പഠിപ്പിച്ചവർ അല്ലേ? മൂസാ നബി അലൈഹി സ്വലാം തെറ്റ് ചെയ്യുകയും റബ്ബിനോട് മാപ്പിരക്കുകയും അള്ളാഹു പുറത്തു കൊടുക്കുകയും ചെയ്തു എന്ന് അൽമനാറിൽ രേഖപ്പെടുത്തി നബിമാരെ വരെ തെറി പറയാൻ പഠിപ്പിക്കപ്പെട്ട സമൂഹം. ഈ സമൂഹത്തിൽ നിന്ന് ഞങ്ങൾ ഇതേ പ്രതീക്ഷിക്കുന്നുള്ളൂ മൻസൂറെ. ഇതിൽ ഞങ്ങൾക്ക് അത്ഭുതം ഉണ്ടായിട്ടൊന്നുമല്ല. ഞാൻ ഇന്നാലിന്ന നാട്ടുകാരുമായി സംസാരിക്കുകയായിരുന്നു. ലോകത്തുള്ള മുഴുവൻ ഭാഷയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഔലിയാക്കളിൽ പലർക്കും അറിയിച്ചു കൊടുത്തിട്ടുണ്ട്. ഇപ്പൊ പുതിയ സിന്തറ്റിക് ഐറ്റംസ് ആയിട്ടുള്ള ഈ MDMA പോലെയുള്ള, എനിക്ക് അതിന്റെ കൂടുതൽ പേരൊന്നും അറിയില്ല. അപ്പോ അങ്ങനത്തെ എന്തെങ്കിലുമൊക്കെ അടിച്ചാല് ലോകത്തുള്ള ഭാഷ എന്നല്ല എല്ലാത്ത ഭാഷയൊക്കെ സംസാരിക്കുന്നുണ്ടെന്ന് പറഞ്ഞ് ഇപ്പോ MDMA പോലെയുള്ള മാരകമായ സാധനം ഓവർഡോസ് കയറി കഴിഞ്ഞാല് പുതിയ ഭാഷ കണ്ടുപിടിച്ച് സംസാരിക്കുന്നുണ്ട്. അത് കറാമത്ത അതിൻ്റെ പുതിയ ഭാഷ കണ്ടുപിടിച്ച് സംസാരിക്കുന്നുണ്ട്. ആ സംസാരമാണ് മൻസൂറെ എൻ്റെ നാവിലൂടെ വരുന്നത്. പിന്നെ ഈ അടയാളമൊന്നും വെച്ചിട്ട് ഇജ്ജ് MDMA അടിമയാണെന്നും എനിക്ക് വൈകുന്നേരമായ 4 കാലുമലാണെന്നും എനിക്ക് ലെവലില്ലാന്നും ഒന്നും പറയാത്ത ഞങ്ങളെ മാന്യത കൊണ്ടാണെന്ന്. ഇതൊക്കെ അടിച്ചാലുള്ള ഒരു അടയാളമാണ് നിന്റെ വീഡിയോകളിൽ പലപ്പോഴും ഈ സമൂഹം കാണുന്നത്. നിന്റെ ഈ വീപ്പുണ്ടല്ലോ, ഈ സമൂഹം പേറേണ്ടി വരുന്ന, നേരം പുലർന്നാൽ നീ സമൂഹത്തിന്റെ മുന്നിലേക്ക് യൂട്യൂബിലേക്ക് വിടുന്ന നിന്റെ ഈ വീപ്പും ബാണ്ടോണ്ടല്ലോ, ഈ ബാണ്ടവും വീപ്പും ഒക്കെ കാണുമ്പോൾ, ഈ വീപ്പലൊക്കെ കാണുമ്പോൾ ഞങ്ങളൊക്കെ മുഅ്മിനീങ്ങളൊക്കെ മനസ്സിലേക്ക് വരുന്നത് അതന്നെയാണ്. ഇവനെന്തോ ലെവൽ തെറ്റിയിട്ടുണ്ടോ, ഇവൻ വല്ലതും അടിച്ചിട്ടുണ്ടോ എന്നുള്ളതൊക്കെയാണ്. പക്ഷെ ഇത് പറയാൻ മുഅ്മിനീങ്ങളായ ഞങ്ങൾക്ക് അനുവാദമല്ല. ഞങ്ങൾ ആ സംസ്കാരം പഠിച്ചിട്ടില്ല. ഇതിലൊരാളാണ് ബഹുമാനപ്പെട്ട CM വലിയുള്ളാഹി. ഇംഗ്ലീഷും ഉറുദും ഫാർസിയും അറബിയും തമിഴും പഠിച്ച ഭാഷയാണ്. മലയാളം പിന്നെ മാതൃഭാഷയില്ലേ, മറ്റുള്ള ഭാഷകളൊക്കെ ഫയവാനായി ലഭിച്ചവരാണ് CM വലിയുള്ളാഹി. അതാണ് പറഞ്ഞത്. പഠിച്ച ഭാഷയാണെന്ന് പറഞ്ഞു. പിന്നെ വേറെ എന്തൊക്കെയായിട്ട് ഫയൽവാനോ എന്തൊക്കെയാ പറയണ്ടേ? എന്തൊക്കെയാ പറയണ്ട? എനിക്ക് തിരിയില്ല. എനിക്ക് ഫയൽവാനും തിരിയില്ല, അലിഫും തിരിയില്ല, ബാവും തിരിയില്ല. കാരണം ഇത് പഠിച്ചിട്ടില്ല. മനുഷ്യന്മാരൊക്കെ സാധാരണഗതിയിൽ ചെറുപ്പം മുതൽ പഠിക്കേണ്ട നല്ല പാഠങ്ങളുണ്ടല്ലോ, അതിൽ അലിഫ്, ബാഗ്, താഗ്, സാഗ് ഇത് പോലും പഠിച്ചിട്ടില്ല. പിന്നെ എങ്ങനെ എനിക്ക് ഫയൽവാൻ തിരിയണത്? എനിക്ക് ആകെ തെറി പറയാറ്.
അതിലിപ്പോ പറഞ്ഞ വാക്കുകൾ അറബി വാക്കുകൾ എനിക്ക് തിരിയില്ലല്ലോ. പിന്നെ എനിക്ക് എന്താ തിരിയുന്നത്? എനിക്ക് കുറച്ച് പദങ്ങൾ തിരിയുണ്ട്. MDMA, കഞ്ചാവ്, ചാരായം, കള്ള്, ഇതൊക്കെ എനിക്ക് പരിചയമുള്ളതായതുകൊണ്ടല്ലേ തിരിയണത്. എനിക്കിത് പരിചയമല്ല എന്നിങ്ങനെ അച്ഛൻ പത്തായത്തിൽ കൂടി ഇല്ല എന്നിങ്ങനെ ഇടയ്ക്ക് പറയേണ്ടി വരുന്നത്. എനിക്കിത് വല്ലാത്ത പരിചയം ഉണ്ടായതുകൊണ്ടല്ലേ മൻസൂറെ. അത് ഇജ്ജായിട്ട് തീരുമാനിച്ചോ. അതിന്റെ അടയാളം എന്താണ് ഈ സമൂഹത്തിന് ഇത് നൽകണമെന്നുള്ളത് ഇതൊന്ന് വിലയിരുത്തണ. എന്തായാലും ഈ പറയപ്പെട്ട കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് വിലായത്തും കറാമത്തും ഒന്നും വേണ്ട. 100 മില്ലി ചാരായം അല്ലെങ്കിൽ ഒരു കുറച്ച് MDMA അല്ലെങ്കിൽ അണ്ണാക്കിലൊട്ടിക്കുന്ന സ്റ്റിക്കർ ഒക്കെ ഉണ്ടേ. അതെ, അതൊക്കെ ഉണ്ട് എന്ന് അറിയണ എനിക്കാണ്. ഞങ്ങൾക്ക് അറിയില്ലതൊന്നും. ജി പറഞ്ഞ സ്റ്റിക്കറും ഈ സാധനങ്ങളൊന്നും ഞങ്ങൾക്ക് അറിയില്ല. അതൊക്കെ ഉപയോഗത്തിലുള്ളവർക്കല്ലേ അതൊക്കെ അറിയാം. മൻസൂർ ഇതൊന്നും എനിക്ക് പരിചയമില്ല എന്ന് പറയേണ്ടി വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് ജോലി ചിന്തിച്ചോക്കാം. ഞങ്ങൾക്കറിയില്ല. ഇജി ഇതിന്റെ ഒക്കെ പേര് കൃത്യമായിട്ട് പറയുന്നുണ്ട്. എന്നാലോ അറിയേണ്ട ഒന്നും എനിക്കറിയില്ല. ഫയലാൻ ഒരു പദയിൽ വന്നപ്പോൾ അതെനിക്ക് തിരിയണില്ല. എനിക്ക് അറബി അക്ഷരം ഒന്നും എനിക്കറിയില്ല. ഒരു അറബി കിതാബ് വായിച്ചിട്ട് മതം പറയാൻ എനിക്കറിയില്ല. എടോ, എന്നെ വീക്ഷിക്കണേ ഈ സമൂഹത്തിന്റെ മുന്നിൽ ഒരു കിതാബ് തുറന്നിച്ച് മതം പറയടോ ആണെന്നുണ്ടെങ്കിൽ ഞാൻ എന്നെ വെല്ലുവിളിക്കുന്നു. മഹാനായ മടവൂർ ശൈഖുന, നീ അതിന് അർഹനായതുകൊണ്ടൊന്നല്ല. മടവൂർ ശൈഖുനയെ കുറിച്ച് പച്ചയായ അപരാധം പറഞ്ഞതുകൊണ്ട് മൻസൂർ ആൺകുട്ടിയാണെന്നുണ്ടെങ്കിൽ, ആണായി പറഞ്ഞ ആൺകുട്ടികൾ ജനിക്കുന്ന തറവാട്ടിൽ പറഞ്ഞവനാണെങ്കിൽ ആണത്തത്തിന്റെ വല്ല അടയാളവും മൻസൂറിന്റെ ശരീരത്തിന്റെ ഏതെങ്കിലും കോണിൽ ശേഷിക്കുന്നുണ്ടെങ്കിൽ മൻസൂറെ അന്നെ ഞാൻ മാന്യായിട്ട് വെല്ലുവിളിക്കാം. ഇതിന്റെ മുന്നിൽ കൊന്നു വാ. മടവൂർ ശൈഖുനാന്റെ ജീവിതമായിട്ട് ബന്ധപ്പെട്ട് നമുക്കൊരു തുറന്ന ചർച്ച നടത്താം. എടോ, ഏതെങ്കിലും ഒരു സാഹചര്യത്തിൽ ഈ സമൂഹത്തിൽ അസ്വസ്ഥതയുണ്ടാക്കുന്ന, ഈ സമൂഹത്തിൽ പാടില്ലാത്ത ഒരു തിന്മക്ക് മടവൂർ ശൈഖുന നേതൃത്വം കൊടുത്തു എന്ന് തെളിയിച്ചാൽ മൻസൂറേജ് പറയുന്ന പണിയാടുക്കും. അനെ കൊടുക്ക കയ്യൂല മൻസൂറെ. എനിക്ക് കയ്യെന്താ? ഈ വീരുക്കൾ ഉണ്ടല്ലോ, റൂം അടിച്ചിട്ടേ ആൺകുട്ടികളല്ലാത്ത മറ്റു പല പേരുണ്ട്, ഞാനത് പറയണില്ല. ആ പേരിൽ അറിയപ്പെടുന്നവർക്ക് യോജിച്ച പണി എനിക്ക് പറ്റുള്ളൂ. ആളില്ലാത്ത പോസ്റ്റിക്ക് ഗോളടിക്കുക. ഞാൻ എന്നെ ആണായി വിളിക്കടോ, ധൈര്യം ഉണ്ടെങ്കിൽ വാ. പച്ച തെറി പറയാ, മാന്യന്മാരെ കുറിച്ച് തെറി പറയാ, ആക്ഷേപിക്കുക. നീ ഒന്ന് തെളിയിക്ക് മടവൂർ ശൈഖുനയുടെ ജീവിതകാലത്ത് ഏതെങ്കിലും ഒരു ലഹരി ഉപയോഗിച്ചു എന്ന്. എന്താ അത്? ഏത് നിലക്കും ആക്ഷേപിക്കാമോ? എന്തും പറയാമോ? കുറച്ച് വഹാബി വെട്ടുകളികൾ നിന്റെ മുന്നിൽ വന്നിട്ട് നിനക്ക് പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എന്ന് കരുതിയിട്ട് എന്തും സംസാരിക്കാമോ? ഞാൻ ആശയപരമായിട്ടുള്ള ചർച്ചക്കാർ എന്നെ വിളിക്കുന്നത്. മാന്യന്മാരെ കുറിച്ച് നീ ഈ വാക്ക് പറഞ്ഞാൽ ഞാൻ വീണ്ടും ആവർത്തിക്കാണ്. അവരെന്റെ ലൊക്കേഷൻ നോക്കിയിട്ട് എന്റെ മൂന്തടിച്ചു പൊട്ടിക്കയ്യ. ആ സംസ്കാരം ഈ മതത്തിന്റെ ആളുകൾ പഠിച്ചിട്ടില്ല. ഞങ്ങൾക്ക് ഇതേ പറ്റുള്ളൂ. നിന്നെ ആശയപരമായി വിളിക്കാനേ പറ്റുള്ളൂ. നിന്റെ ആശയത്തിന്റെ ദൗർബല്യം ബോധ്യപ്പെടുത്താനേ ഞങ്ങൾക്ക് നിർവാഹമുള്ളൂ. അതുകൊണ്ടാണ് നിന്നെ മാന്യായി വിളിക്കുന്നത്. കറാമത്തിന്റെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നിങ്ങൾ നടക്കണ്ട. അതൊക്കെ പണ്ടാണിച്ച് നടന്നിരുന്നു. ഇന്ന് നടക്കൂല. നടക്കും മൻസൂറെ, ഏത് കാലത്തും നടക്കും. കറാമത്തുൽ ഔലിയായി ഹഖുൻ, അല്ലാഹുവിന്റെ ഔലിയാക്കളുടെ കറാമത്ത് ഹഖാണ് എന്ന് ലോകത്ത് ഇമാമിങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ ഖിയാമത്ത് നാൾ വരെ അള്ളാഹിന്റെ ഔലിയാക്കളെ കറാമത്ത് ലോകത്ത് നിൽക്കും മൻസൂറെ. അതൊക്കെ എന്റെ പൂതിയാണ്. അതൊന്നും നടക്കൂല. ഞങ്ങൾ 4 ആൾക്കാർ മൊബൈലും വെച്ചിട്ട് ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറിയാൽ ഇവിടെ ഒലിച്ചു പോകാനുള്ളതാണ് കറാമത്ത് എന്നുള്ളതൊക്കെ എന്റെ പൂതിയാണ്. പൂതി പറയാ. ആ പൂതി എനിക്ക് അവകാശം ഉണ്ടല്ലോ, സ്വാതന്ത്ര്യം ഉണ്ട്. അതിനൊന്നും നമ്മൾ അനിക്കൂല. എന്റെ പൂതിച്ച് പറഞ്ഞു. ഓരോരുത്തർക്ക് പറയുമ്പോൾ ഓരോ സമാധാനം കിട്ടും. ഞാനതൊക്കെ പറഞ്ഞല്ലോ എന്നുള്ളൊരു സമാധാനം. ഔലിയായിന്റെ കറാമത്ത് ഇവിടെ ഈ ലോകം ഏത് സോഷ്യൽ മീഡിയ കാലത്തും ഏത് നിലക്ക് ആക്ഷേപിക്കപ്പെട്ടാലും പരിഹസിക്കപ്പെട്ടാലും ഇവിടെ നിലനിൽക്കും മൻസൂറെ. നിങ്ങൾ ഏതെങ്കിലും ഒരു ടൗണില് വൈകിട്ട് ഒരു 7 മണിക്ക് ഒരു 6 മണിക്ക് ശേഷമൊക്കെ പോയി കഴിഞ്ഞാൽ 1 or 2 ഇതുപോലെയുള്ള കറാമത്തുള്ള ഇംഗ്ലീഷ് പറയുന്ന ആളുകളെയൊക്കെ നമുക്ക് കാണാൻ കഴിയും എന്നുള്ളതാണ് പറയുവാനുള്ളത്. തീർച്ചയായും കാണാൻ കഴിയും. അത് ഞങ്ങൾ കാണുന്നുണ്ട്, അനുഭവിക്കുന്നുണ്ട്. 7 മണിന്റെ ശേഷവും മറ്റുമൊക്കെ സമയത്തിനും അസമയത്തിനും നിന്റെ പല വീഡിയോയും വരുമ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകാറുണ്ട് സമനില തെറ്റിയിട്ടാണ് ഈ പറയുന്നത്. ആ സമനില തെറ്റിയതിന്റെ രീതി എങ്ങനെയെന്നുള്ളത് അത് ഞങ്ങൾ പറയുന്നില്ല. വഹാബിസം തലക്ക് പിടിച്ചതിന്റെ പേരിൽ എന്തായാലും മൻസൂറെ നിന്റെ സമനില തെറ്റിയിട്ടുണ്ട്. നീ നല്ല കോലത്തിൽ ചിന്തിക്കുക. ഇതൊന്നും നല്ല ഒരു രീതിയല്ല മൻസൂറെ. ഇതൊന്നും സംസ്കാരമല്ല. മുത്തുനബി തങ്ങൾ പഠിപ്പിച്ച സംസ്കാരമല്ല. മതപ്രബോധനമാണ് ലക്ഷ്യമെങ്കിൽ നല്ലത് പറയാം മൻസൂറെ. നല്ല ആയത്തുകളോത്, ഹദീസുകൾ പറയും, പരിശുദ്ധമായ ദീനിന്റെ അധ്യാപനങ്ങൾ ഇമാമിങ്ങൾ പഠിപ്പിച്ച കിതാബുകൾ എടുത്ത് സംസാരിക്കുക. അതാ വേണ്ടത്. ഇൻഷാ അല്ലാഹ്. ഇതൊന്നുമല്ല കറാമത്ത് സഹോദരന്മാരെ. കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതും മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ളതൊന്നും അറിയാത്ത കുറെ തലയെക്കെട്ടേർ ഇറങ്ങിയിട്ട് ഇതുപോലെയുള്ളതൊക്കെയാണ് കറാമത്ത് എന്നും പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്നുണ്ട്. നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. കറാമത്ത് എന്താന്ന് തിരിഞ്ഞൊരു മൻസൂർ ബായും കുറച്ച് വഹാബിയോടും ഉണ്ട്. ഓരോടുത്ത് കറാമത്ത് പറഞ്ഞാൽ മാറാത്ത രോഗത്തിന് കിട്ടാത്ത മരുന്നാണ്. ഓർക്ക് അങ്ങനെ ഒരു കറാമത്തുണ്ട് എന്നൊക്കെ പറയും. ഇതാ വരുന്ന പോത്താമി എന്നൊക്കെ പറയും പോലെ ആ പോത്താമിന് ഇന്ന് വരെ ലോകം കണ്ടിട്ടില്ല. അതുപോലെ തന്നെ കറാമത്ത് എന്നൊക്കെ ഇവർ പറയും. ഇവർ ഈ പറയുന്ന കറാമത്ത് ഇവർ അനുയായികളുടെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ? ഇവരുടെ അനുയായികളുടെ ആരെങ്കിലും ഇവരുടെ കൂട്ടത്തിൽ ഒരു വലിയനെ കണ്ടിട്ടുണ്ടോ? ഇല്ല. വഹാബികളുടെ കൂട്ടത്തിൽ അങ്ങനെ വലിയ ഉണ്ടാവൂലേ. എങ്ങനെയാണോ ഇരുമ്പെന്ന് പൊന്നിന്റെ ഒലക്കുണ്ടാവുന്നത്? അങ്ങനെ ഒരു സംഗതി ഉണ്ടാവൂലെന്ന്. പിന്നെ ഈ ലോകം പരിചയമില്ലാത്ത ഒരുത്തൻ അതിനെ കുറിച്ച് പറഞ്ഞാൽ എന്താ അതിനെ കുറിച്ച് പറയാ? ഇതുപോലെയുള്ളതൊക്കെയാണ് കറാമത്ത് എന്നും പറഞ്ഞ് നിങ്ങളെ പറ്റിക്കുന്നുണ്ട്. നിങ്ങൾ തിരിച്ചറിയുക എന്നുള്ളതാണ്. കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് തിരിച്ചറിയേണ്ടതുണ്ട്. മുഅ്ജിസത്ത് എന്ന് പറഞ്ഞാൽ എന്താണ് തിരിച്ചറിയേണ്ടതുണ്ട്. ആ കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണെന്ന് തിരിച്ചറിയേണ്ടതുണ്ട്. മൻസൂറെ പഠിച്ചോ. അംറുൻ ഖാരിഖുൽ ലിൽ ആദതി,
അതെ, അല്ലാഹു സുബ്ഹാനഹു വ തആല പതിവിന് വിരുദ്ധമായി വെളിവാക്കുന്ന കാര്യങ്ങളാണ്. പഠിച്ചോ, കറാമത്ത് എന്ന് പറഞ്ഞാൽ ഹിയ ളുഹൂറു അംരിൻ ഖാരിഖിൻ ലിൽ ആദതി മിൻ ഖിബലിഹി. പഠിക്കേണ്ടതുണ്ട് പറഞ്ഞില്ലേ? പഠിച്ചോ, നിന്നെ പഠിപ്പിക്കുകയാണ് ഞങ്ങള്. നല്ലോ ഇരുന്ന് പഠിക്ക്, തെറി പറയൽ നിർത്ത്. കാര്യങ്ങൾ മഹാനായ സഅദുദ്ദീൻ തഫ്താസാനി റളിയല്ലാഹു അൻഹു പറയുന്നു, ളുഹൂറു അംരിൻ ഖാരിഖിൻ ലിൽ ആദതി മിൻ ഖിബലിഹി. ഒരു വലിയന്റെ ഭാഗത്ത് നിന്ന് സാധാരണക്ക് വിപരീതമായ കാര്യങ്ങൾ വെളിവാകലാണ് കറാമത്ത് എന്ന് പറഞ്ഞാൽ. ഗൈറ മുഖാരിനിൻ ലിദഅവൻ നുബുവത്തി. ഒരിക്കലും തന്നെ നുബുവത്ത് വാദമില്ലാത്ത വിധം അല്ലാഹു തആല ആദരവ് നൽകിയതിന്റെ ഭാഗമായി അവരിലൂടെ, അവരുടെ കൈകരങ്ങളിലൂടെ അല്ലാഹു തആല വലിയ സംഭവങ്ങൾ വെളിവാക്കുന്നു. ഇതിനാ മൻസൂറെ കറാമത്ത് എന്ന് പറയാ. കറാമത്ത് നമ്മൾ പലതവണ വിശദീകരിച്ചതാണ്. ഒരു തവണ നീ വിശദീകരിച്ചിട്ടില്ല. നീ ആണാണെങ്കിൽ അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് നൽകുന്ന കറാമത്തിനെ കുറിച്ച് കിതാബെന്നൊന്ന് ആധികാരികമായിട്ടെന്ന് പറഞ്ഞാൽ ഒരു ഹർഫ് വായിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ല. വൈജ്ഞാനികമായ ചർച്ചക്കാണെങ്കിൽ മൻസൂറെ നിനക്ക് കഴിയില്ല. നിനക്ക് കയ്യ പരിഹസിക്കാൻ കഴിയും. മഹത്വമുള്ള ആളുകൾ അവരെ വീഡിയോ കൊണ്ടുവന്നിട്ട് അവരാരും നിനക്കെതിരെ പ്രതികരിക്കൂല. നിനക്കറിയാം. ഓല മാന്യതയും നിനക്കറിയാം, ഓല സംസ്കാരവും നിനക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് അവരെ വെട്ടി തിന്നാനല്ലാതെ, അവരെ പച്ച മാംസം തിന്നാനല്ലാതെ ഒരു കിതാബും വായിക്കാൻ എനിക്ക് കഴിയില്ല. ഞങ്ങൾക്ക് ദീന് പറയണമെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റെപ്പിനി കൊണ്ടെന്റെ ഗതികേടാണല്ലോ. ഈ സ്റ്റെപ്പിനിയിൽ നിന്നാണ് നീയൊക്കെ പേച്ചു പോയത്. ഫൈസൽ മൗലവിയെ പോലെയുള്ള ആളുകളിൽ നിന്ന് മതം സ്വീകരിച്ചു എന്നുള്ളതാണ് മൻസൂറേനിന്റെ ദൗർബല്യം. കാര്യങ്ങൾ സത്യമായിട്ട് മനസ്സിലാക്കുക എന്നുള്ള ആ ഒരു ഉദ്ദേശത്തിലാണ്. നുണ പറയാതിരിക്കുക മുസ്ലിയാക്കന്മാരെ. ഇത് സോഷ്യൽ മീഡിയ യുഗമാണ്. നിങ്ങളുടെ നുണകള് നമ്മള് പൊളിച്ചടക്കി കയ്യിൽ തരും എന്നാണ് പറയാനുള്ളത്. സോഷ്യൽ മീഡിയ യുഗം തന്നെയാണ്. ആ യുഗത്തിലായതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള ഓരോ ചെറിയ ചെറിയ സാധനങ്ങൾക്ക്, ഇത്തരത്തിലുള്ള പരൽ മീനുകൾക്ക് അവരെ മുന്നിൽ മൊബൈലും വെച്ചുകൊണ്ട് തോന്നിയത് വിളിച്ചു പറയാൻ കഴിയുന്നത്. സോഷ്യൽ മീഡിയ ഒക്കെ ചെങ്ങായി മാന്യമായി ഉപയോഗപ്പെടുത്തുന്ന ആൾക്കാരുണ്ട്. അവർക്ക് പേര് ദോഷം ഉണ്ടാക്കേണ്ട നീ. അതൊക്കെ വളരെ സുന്ദരമായി ദീനിന്റെ ദൈവത്തിന് ഉപയോഗിക്കുന്ന ആളുകളുണ്ട്. അതൊക്കെ ഈ കുതിര കയറാനും തെറി പറയാനും അല്ല ഉപയോഗിക്കേണ്ടത്. കറാമത്ത് സംബന്ധമായ ഒരു വീഡിയോയിലേക്ക്. കറാമത്ത് എന്ന് പറഞ്ഞാൽ നമ്മുടെ നാട്ടിൽ എന്താ, ഔലിയാക്കന്മാരെ ചില മനുഷ്യന്മാർ വന്നാൽ പിന്നെ ഒരു പറഞ്ഞ പോലെ ഉണ്ടാകും. അവരങ്ങ് നോക്കിയ പോലെ സംഭവിക്കും. ഉണ്ടാവട്ടെ എന്ന് പറഞ്ഞാൽ അതങ്ങ് ഉണ്ടാകും, ഇല്ലാതാവട്ടെ എന്ന് പറഞ്ഞാൽ അതങ്ങ് ഇല്ലാതാകും. അങ്ങനത്തെ ഒരു സിദ്ധിയായിട്ടല്ല ഇസ്ലാം കറാമത്തിനെ പരിചയപ്പെടുത്തിയത്. അങ്ങനത്തെ ഒരു സിദ്ധിയും കൂടിയാണ് കറാമത്ത്. അല്ലാഹു സുബ്ഹാനഹു വ തആല മഹത്വം നൽകിയ ഔലിയാക്കളിലൂടെ അല്ലാഹു സുബ്ഹാനഹു വ തആല അത്ഭുതങ്ങൾ വെളിവാക്കുന്നു. അവർ ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു തആല അത് നടത്തി കൊടുക്കുന്നു. നടത്തുന്നതൊക്കെ അല്ലാഹു തആലയാണ്. ഇതിലൊന്നും ആർക്കും തർക്കമല്ല. അവർ ഉദ്ദേശിക്കുമ്പോൾ അല്ലാഹു നടത്തി കൊടുക്കുന്നു. ഇവരെ പേരാ അള്ളാന്റെ ഔലിയാക്കൾ. അവരുടെ വെളിവാകുന്ന അത്ഭുതത്തിന്റെ പേരാ കറാമത്ത്. നിങ്ങൾ പ്രഖ്യാപിക്കുന്നതായി നിങ്ങൾ ആശയമാണ്, പരിശുദ്ധമായ ദീനിന്റെ ആശയമല്ല. ഇമാം മുസ്ലിം അവിടുത്തെ സ്വഹീഹ് മുസ്ലിമിൽ ഉദ്ധരിക്കുന്നു ഹദീസ്, റുബ്ബ അശ്അസ മദ്ഫൂഇൻ ബിൽ ബാബി ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. എത്ര മുടി ചടകുത്തിയ ആളുകളാണ്, എത്ര നമ്മുടെ ദൃഷ്ടിയിൽ വിരൂപമായി അവരുടെ രൂപങ്ങൾ വളരെ മോശകരമായി ഒരു പക്ഷേ സമൂഹം വിലയിരുത്തിയേക്കാം. ലൗ അഖ്സമ അലല്ലാഹി ലഅബറ. അവർ അല്ലാഹുവിന്റെ മുന്നിൽ ഒരു കാര്യമെങ്ങാനും പറഞ്ഞാൽ അത് അല്ലാഹു തആല അവിടെ നടപ്പിലാക്കി കൊടുക്കും. അങ്ങനത്തെ ആളുകളെ പേരാ ഫൈസൽ മൗലവി, അള്ളാഹുവിന്റെ ഔലിയാക്കൾ. അവരിന്ന് വെളിവാകുന്ന അത്ഭുതത്തിന്റെ പേരാണ് കറാമത്ത്. അതിവിടെ മാലപ്പാട്ടിലും മൗലിദ് കിതാബിലും ചില മതചൂഷകന്മാരായ മതമേലാളന്മാരുടെ പാതിരാ പ്രഭാഷണങ്ങളുമൊക്കെ പരിചയപ്പെടുത്തപ്പെട്ട കറാമത്ത് കഥകളാണ്. അത്തരമൊന്നല്ല ഇസ്ലാമിക പ്രമാണങ്ങൾ പരിചയപ്പെടുത്തിയ അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ കറാമത്ത് എന്നത്. ഇല്ലാന്ന് മാലപ്പാട്ടിലൂടെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമൊന്നും കറാമത്തിനില്ല. ഹബീബരായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിലൂടെ പഠിപ്പിച്ചത്, പരിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കപ്പെട്ടത്, മഹാന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ രേഖപ്പെടുത്തിയത്. എന്താണ് മഹാന്മാരുടെ കറാമത്തിനെ കുറിച്ച് നിങ്ങളെ നേതാവ് ഇബ്നു തൈമിയ്യ രേഖപ്പെടുത്തിയത്? വമിമ്മാ യംബഗി അൻ യുഅറഫ്. അറിയൽ അത്യാവശ്യമുള്ള കാര്യമാണ്. അന്നൽ കറാമാതി ഖദ് തകൂനു ബിഹസബി ഹാജത്തി റജുലി. ഒരു വ്യക്തിയുടെ ആവശ്യത്തിനനുസരിച്ച്, അയാൾ ഇച്ഛിക്കുന്നതിനനുസരിച്ച്, അവർ ഉദ്ദേശിക്കുന്നതിനനുസരിച്ച് കറാമത്ത് വെളിവാകാം. ആവശ്യക്കാരും ഈമാൻ ദുർബലരായവരും കറാമത്ത് കാണണമെന്ന ഒരു ഘട്ടം വരുന്ന ഘട്ടത്തിൽ, അവരെ കറാമത്ത് കാണിക്കപ്പെടണമെന്ന ഒരു ഘട്ടം വരുമ്പോൾ അതാഹു മിൻഹാ മാ യുഖവ്വി ഈമാനഹു വയസുദ്ദു ഹാജതഹു. അവരാവശ്യം തീർത്തു കൊടുക്കാനും അവരെ ഈമാനി ശക്തിപ്പെടുത്താനുമുള്ള അത്ഭുതങ്ങൾ അവരുദ്ദേശിക്കുമ്പോൾ നടപ്പിലാക്കാൻ കഴിയും. അത് അള്ളാഹു കൊടുക്കുന്ന ആദരവാണ്. ഈ ആദരവ് കൊടുക്കണ അള്ളയാണ്. ഇതിലിപ്പോ ആർക്കും തർക്കല്ല. അതാ മഹാന്മാർ ഉദ്ദേശിക്കുമ്പോൾ നടത്തി കൊടുക്കുന്നത് അള്ളാഹു തആലയാണ്. ഫൈസൽ മൗലവി ഒരു ഗ്ലാസ് വെള്ളം എടുത്ത് കുടിക്കണം എന്ന് ഉദ്ദേശിക്കുമ്പോ ആ വെള്ളം എടുത്ത് കുടിക്കാനുള്ള ആവത് ഫൈസൽ മൗലവിക്ക് ഇത്രയും കാലം അള്ളാഹു തആല തന്നിട്ടില്ലേ? അത് തന്നത് ആരാ? അള്ളാഹു തആല. നിങ്ങൾക്കും എനിക്കും ഒക്കെ സാധാരണമായ കാര്യങ്ങളാണ് നമുക്ക് സാധാരണ രീതിയിൽ ചെയ്യാൻ കഴിയുന്നതെങ്കിൽ അസാധാരണമായ സംഭവങ്ങൾ ബഹുമാനത്തിന്റെ പേരിൽ അള്ളാഹു തആല അവരുടെ കരങ്ങളിലൂടെ വെളിവാക്കുന്നു. ഇത് ഇബ്നു തൈമിയ്യ പോലും നിഷേധിച്ചിട്ടില്ല.
അഹ്ലുസുന്നയുടെ പണ്ഡിതന്മാർ പരിചയപ്പെടുത്തിയ കറാമത്ത് എന്നത്, കറാമത്ത് എന്ന വാക്കിന് ആദരവ് എന്നാണ് വാക്കർത്ഥം. ആദരവ് എന്ന അർത്ഥം ഒരു വിശ്വാസം അതേ ആദരവ് എന്ന് തന്നെയാണ് അർത്ഥം. ആ ആദരവിന്റെ ഭാഗമായിട്ടാണ് അള്ളാഹുവിന്റെ ഔലിയാക്കളുടെ കരങ്ങളിലൂടെ അള്ളാഹു തആല അവർ ഉദ്ദേശിക്കുമ്പോൾ അത്ഭുതങ്ങൾ വെളിവാക്കുന്നത്. ഒരു വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് അള്ളാഹുവിന്റെ കൽപ്പന നിർദ്ദേശങ്ങളെ പാലിച്ചുകൊണ്ട് ജീവിതത്തെ ചിട്ടപ്പെടുത്തി ജീവിക്കുമ്പോൾ അള്ളാഹു തആല അയാളെ ആദരിക്കുന്നു. തീർച്ചയായും അള്ളാഹു തആല അദ്ദേഹത്തെ ആദരിക്കുന്നു. ആ ആദരവിന്റെ ഭാഗമായി അള്ളാഹു തആല കറാമത്തുകൾ നൽകുന്നു. അതിന്റെ ഭാഗമായി അയാൾക്ക് വല്ല പ്രയാസം വരുമ്പോൾ ഒരുപക്ഷെ അല്ലാഹു തആല എല്ലാ സംവിധാനങ്ങൾക്കും അധീനമായി ഒരുപക്ഷെ റബ്ബ് സുബ്ഹാനഹു വ തആല അയാളെ സഹായിച്ചേക്കാം. അയാൾക്ക് ബുദ്ധിമുട്ടും കട്ടപ്പാടും വരുമ്പോൾ എല്ലാ സിസ്റ്റങ്ങൾക്കും അധീനമായി അല്ലാഹു തആല ഒരുപക്ഷെ അയാളെ രക്ഷപ്പെടുത്തിയേക്കാം. അതാണ് കറാമത്ത് എന്ന് പറയുന്നത്. അത് തന്നെയാണ് കറാമത്ത്. പക്ഷെ അത് മാത്രം പറഞ്ഞ് നിർത്തരുത് ഫൈസൽ മൗലവി. നിങ്ങൾ പറഞ്ഞത് ഓക്കെയാണ്, കറക്റ്റാണ്. പക്ഷെ അവിടെ നിർത്തരുത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ അവരെ രക്ഷപ്പെടുത്തിയേക്കാം. അത് മാത്രമല്ല, അല്ലാഹു സുബ്ഹാനഹു വ തആല അവരെ കരങ്ങളിലൂടെ അത്ഭുതങ്ങൾ സാധിപ്പിക്കുന്നു. അല്ലാഹു തആല വലിയ സാന്ത്വനങ്ങൾ സമൂഹത്തിന് നൽകുന്നു. ഹബീബരായ തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഖുദ്സിയായ ഹദീസ് ലോകത്തിന് പഠിപ്പിക്കുന്നു. ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്നു, വമാ യസാലു അബ്ദി യതഖറബു ഇലയ്യ ബിന്നവാഫിലി. എൻ്റെ അടിമ എന്നിലേക്ക് അടുത്തുകൊണ്ടേയിരിക്കും. അല്ലാഹു തആലയാണ് പഠിപ്പിക്കുന്നത്. മൻസൂർ ഭായ്, ഈ ഹദീസ് ഒന്ന് വായിച്ച് അർത്ഥം വെക്കാൻ നിങ്ങൾക്ക് നട്ടലുണ്ടോ? ഫൈസൽ മൗലവി, അനുയായികൾക്ക് ഈ ഹദീസ് ഒന്ന് വിശദീകരിച്ചു കൊടുക്കാൻ നിങ്ങൾക്ക് തന്റെ ഇടമുണ്ടോ? ഞാൻ വെല്ലുവിളിക്കുന്നു. ഈ ഹദീസിന് ഇമാം റാസി റളിയല്ലാഹു അൻഹു കൊടുക്കുന്ന വിശദീകരണം ഒന്ന് വായിച്ചു കൊടുക്കാൻ ഏതെങ്കിലും ഒരു വഹാബിക്ക് ധൈര്യമുണ്ടോ? അല്ലാഹു തആല ആദരവ് കൊടുക്കുന്നു അല്ലാഹുവിലേക്ക് അടുക്കുന്ന വ്യക്തിക്ക്. ഹത്താ ഉഹിബ്ബഹു, അല്ലാഹു സ്നേഹിക്കുന്നു ആ വ്യക്തിയെ. ഫൈദാ അഹ്ബബ്തുഹു കുൻതു സമഅഹു അല്ലദീ യസ്മഉ ബിഹി. അങ്ങനെ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ അല്ലാഹുവാണ് പറയുന്നത്, അവൻ കേൾക്കുന്ന കാത് ഞാനാകും. വബസറഹു അല്ലദീ യുബ്സിറു ബിഹി, അവൻ കാണുന്ന കാഴ്ച ഞാനാകും. വയദഹു അല്ലതീ യബ്തിശു ബിഹാ, അവൻ പിടിക്കുന്ന കൈ ഞാനാകും. വരിജ്ലഹു അല്ലതീ യംശി ബിഹാ, അവൻ നടക്കുന്ന കാല് ഞാനാകും. വഇൻ സഅലനി അഅതൈതുഹു, എന്നോട് എന്ത് ചോദിച്ചാലും ഞാൻ അതവന് നൽകും. വല ഇൻ ഇസ്തആദനി ലഉഈദന്നഹു, എന്നോട് കാവലിനെ തേടിയാൽ ഞാൻ കാവൽ കൊടുക്കും. അല്ലാഹു തആലയാണ് പറയുന്നത്. അല്ലാഹു തആല പറഞ്ഞ ഈ ഖുദ്സിയായ ഹദീസ് സമൂഹത്തോടൊന്ന് വിളിച്ചു പറയാൻ എന്തേ നിങ്ങൾക്ക് കഴിയാതെ പോകുന്നത്? എന്താണ് ഇമാം റാസി റളിയല്ലാഹു അൻഹു വിശദീകരിച്ചത്? അല്ലാഹു തആല കയ്യാകും, അല്ലാഹു തആല കാലാകും, അല്ലാഹു തആല കാതാകും എന്നൊക്കെ പറഞ്ഞാൽ അതിന്റെ ബാഹ്യാർത്ഥം മുഅ്മിനീങ്ങളാരും ഉദ്ദേശിക്കില്ല എന്നുള്ളത് തീർച്ചയാണ്. എന്താണ് അതിന്റെ അർത്ഥം? വകദാലിക്കൽ അബ്ദു, വകദാലിക്കൽ അബ്ദു, ഒരടിമ ഇദാ വാളബ അല ത്വാഅത്ത്, നന്മകളിൽ നിലകൊണ്ട് കഴിഞ്ഞാൽ ബലഗ ഇലൽ മഖാമിൽ ലദീ, ഒരു സ്ഥാനം എത്തിക്കുന്നു. ഇമാം റാസി റളിയല്ലാഹു അൻഹു ആണ് പഠിപ്പിക്കുന്നത്. യഖൂലുല്ലാഹു കുൻതു ലഹു സമഅൻ വബസറാ, അല്ലാഹു തആല ആ വ്യക്തിയുടെ കാര്യത്തിൽ ഞാൻ അവന്റെ കാഴ്ചയായി, ഞാൻ അവന്റെ കേൾവിയായി എന്ന് പറയാൻ മാത്രമുള്ള സ്ഥാനത്തെ അദ്ദേഹം എത്തിക്കുന്നു. ഫൈദാ സോറ നൂറു ജലാലില്ലാഹി സമഅൻ ലഹു, അല്ലാഹുവിന്റെ നൂറ് ഒരു വ്യക്തിയുടെ കാതിലെത്തി കഴിഞ്ഞാൽ, കാതിന് ലഭിച്ചു കഴിഞ്ഞാൽ സമിഅൽ ഖരീബ വൽ ബഈദ്, ദൂരമെന്നോ വിദൂരമെന്നോ വ്യത്യാസമില്ലാതെ അവൻ കേൾക്കാൻ കഴിയുന്നു. വൈദാ സോറ ദാലിക നൂറു ബസറൻ ലഹു, ഈ നൂറ് അല്ലാഹുവിന്റെ നൂറ് ഒരു വ്യക്തിയുടെ കാഴ്ചക്ക് ലഭിച്ചു കഴിഞ്ഞാൽ റഅൽ ഖരീബ വൽ ബഈദ്, ദൂരം അടുത്ത് എന്ന് വ്യത്യാസമില്ലാതെ അവന് കാണാൻ കഴിയുന്നു. വൈദാ സോറ ദാലിക നൂറു യദൻ ലഹു, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നൂറ് ഒരാളുടെ കരങ്ങളിൽ കിട്ടിക്കഴിഞ്ഞാൽ ഖദറ അല തസറുഫി ഫിസ്സഅബി വസ്സഹ്ലി വൽ ബഈദി വൽ ഖരീബ്, എളുപ്പവും അനായാസവും ദൂരവും വിദൂരവും ഒന്നും വ്യത്യാസമില്ലാതെ ഇടപെടാൻ ആ വ്യക്തിക്ക് കഴിയുമെന്ന് മഹാനായ ഇമാമുന റാസി റളിയല്ലാഹു അൻഹു. ഈ തഫ്സീർ റാസി ഒന്ന്, ഈ വിശദീകരണം ഒന്ന് തഫ്സീർ റാസി എടുത്ത് വായിച്ചു കൊടുക്കാൻ ഫൈസൽ മൗലവിക്ക് കഴിയോ? ഈ ഇബാറത്ത് വായിപ്പിക്കാൻ മൻസൂർ ഭായ് നിങ്ങളുടെ മൗലവിമാരിൽ നിന്ന് ആരെക്കൊണ്ടെങ്കിലും ഒന്ന് വായിപ്പിക്കാൻ നിങ്ങളെ കൊണ്ട് കഴിയോ? നിങ്ങൾക്ക് ഏതായാലും വായിക്കാൻ കഴിയില്ല. കാരണം നിങ്ങൾ കിതാബ് പഠിച്ചിട്ടില്ല. തെറി പറയാനേ നിങ്ങൾ പഠിച്ചിട്ടുള്ളൂ. നിങ്ങളത് പഠിക്കാനുണ്ടായ കാരണം ഞാൻ നേരത്തെ ഉണർത്തിയതുപോലെ പ്രവാചകന്മാരെ തെറി പറഞ്ഞുകൊണ്ടാണ് നിങ്ങളെ പഠിപ്പിച്ചത്. ഔലിയാക്കളെ പരിഹസിച്ചുകൊണ്ടാണ് നിങ്ങളെ പഠിപ്പിച്ചത്. ലോകത്തുള്ള മുസ്ലിമീങ്ങളെ കൊല്ലണമെന്ന് പഠിപ്പിക്കപ്പെട്ടുകൊണ്ടാണ് നിങ്ങളെ വളർത്തിയെടുത്തത്. മഹാനായ അശ്ശൈഖ് അബ്ദുൽ ഖാദിർ ജീലാനി റളിയല്ലാഹു അൻഹുവിനെ കുറിച്ച് നിങ്ങൾ എന്തേ അൽമനാറിൽ എഴുതി വെച്ചത്? യാതൊന്നും കാണുവതു നാരായണ പ്രതിമ, യാതൊന്നും കേൾക്കുവതു നാരായണ ശ്രുതിമ, യാതൊന്നും ചൊല്ലുവതു നാരായണായ നമ എന്ന പദ്യശകലങ്ങൾ കൊടുത്തുകൊണ്ട് ശ്രീ ശങ്കരാചാര്യരുടെ ഈ തത്വശാസ്ത്രം
ഷെയ്ഖിന്റെ ചിന്തയിൽ സ്ഥലം പിടിച്ചു. മഹാനായ അഷേഖ് അബ്ദുൽ ഖാദിർ ജീലാനി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് അവരെ തെറി പറയാൻ പഠിപ്പിച്ച പാരമ്പര്യമാണ് നിങ്ങൾക്കുള്ളത്. വഞ്ചനയാണ് നിങ്ങളുടേത്. ഇവിടെയുള്ള ചെറുപ്പക്കാരെ തീവ്രവാദത്തിന്റെ ക്ലാസുകൾ മെഴുകുതിരി തിരുവട്ടത്തിലിരുത്തിക്കൊണ്ട് എടുത്തുകൊടുത്ത് സിറിയയിലേക്ക് പറഞ്ഞയച്ചവരാണ് നിങ്ങൾ. മഹാന്മാരുടെ കറാമത്ത് നിഷേധിക്കുമ്പോഴും എന്നും ചർച്ചയാകുന്നത് സാജിദ് തിരുവങ്ങാടി എന്ന് പറയുന്ന മൗലവി ജിന്ന് മുജാഹിദിന്റെ അരമനകളിൽ കയറി ചെന്നുകൊണ്ട് നടത്തിയ ചികിത്സകളുടെ നാറുന്ന കഥകൾ ചർച്ച ചെയ്യപ്പെടുന്ന സാഹചര്യത്തിലാണ് ജിന്ന് മുജാഹിദേ നിങ്ങളുള്ളത്. ആ ജിന്ന് മുജാഹിദിൽ നിന്ന് ആശയം പഠിക്കുന്ന മൻസൂറെ ഇത്തരത്തിലുള്ള ആശയം ഒന്ന് വിളിച്ചു പറയും. ജിന്ന് മുജാഹിദിന്റെ കറാമത്ത് പ്രകടിപ്പിക്കലിലൂടെ, വ്യാജമായ ചികിത്സകളിലൂടെ, കറാമത്ത് പ്രകടിപ്പിക്കലിലൂടെ എത്ര അധികം ദുരന്തങ്ങൾ ഈ സമൂഹം പേറേണ്ടി വന്നിട്ടുണ്ട്. കരുളായിലുള്ള ചെറുപ്പക്കാരൻ കൊല ചെയ്യപ്പെട്ടില്ലേ മൻസൂറെ? ചികിത്സയ്ക്കിടെ യുവാവ് മരണപ്പെട്ടത് ചികിത്സാ കേന്ദ്രത്തിലെ ക്രൂരമായ മർദ്ദനങ്ങൾക്കൊടുവിൽ മരണപ്പെടുന്നതിനെ തലേ ദിവസം തന്റെ സുഹൃത്തിനയച്ച വാട്സ്ആപ്പ് സന്ദേശത്തിലാണ് യുവാവ് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. വ്യാജ ചികിത്സാ കേന്ദ്രത്തിൽ ജിന്ന് ചികിത്സയായിരുന്നു യുവാവിനായി നടത്തിയിരുന്നത്. നിലമ്പൂർ കരുളായിൽ കഴിഞ്ഞ ദിവസം മരിച്ച ഫിറോസിന്റെ മരണം വ്യാജ ചികിത്സാ കേന്ദ്രത്തിലെ കൊടിയപീഡനം മൂലമാണെന്ന് തെളിയിക്കുന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത്. മരിക്കുന്നതിന് മുമ്പ് യുവാവ് തന്റെ സുഹൃത്തിനയച്ച വോയിസ് ക്ലിപ്പുകളാണ് ഇപ്പോൾ പുറത്തുവന്നത്. മുജാഹിദ് വിഭാഗത്തിന്റെ ഉടമസ്ഥതയിൽ ജിന്ന് വിഭാഗം നേതൃത്വം നൽകുന്ന ചികിത്സാ കേന്ദ്രത്തിൽ വെച്ചാണ് ഫിറോസ് ക്രൂരമർദ്ദനത്തിന് ഇരയായത്. സംഭവത്തെക്കുറിച്ച് പറയപ്പെടുന്നത് ഇങ്ങനെയാണ്. ലിവർ സിറോസിസ് അസുഖം പിടിപെട്ട ഫിറോസ് അലോപ്പതി ചികിത്സ തുടർന്നു. പിന്നീട് ആയുർവേദ ചികിത്സയിലേക്ക് മാറി. അസുഖം ഭേദമായി വരുന്നതിനിടെ ചിലർ ബന്ധുക്കളെ സ്വാധീനിച്ച് മഞ്ചേരി ചരണിയിലെ ജിന്ന് ചികിത്സാ കേന്ദ്രത്തിലേക്ക് ഫിറോസിനെ എത്തിച്ചു. കരൾ രോഗമല്ലെന്നും വയറിൽ ഗണപതിയാണെന്നും അതില്ലാതാക്കാൻ സ്ഥാപനത്തിൽ താമസിച്ച് ചികിത്സിക്കണമെന്നും ഫിറോസിനോട് നിർദ്ദേശിച്ചു. ഒരു ദിവസത്തേക്ക് 10,000 രൂപ ഇവരിൽ നിന്ന് വാങ്ങുകയും ചെയ്തു. 26 ദിവസം നീണ്ട ചികിത്സാ കാലഘട്ടത്തിനിടെ തനിക്ക് ഭക്ഷണം നൽകാതെയും തന്നെ ക്രൂരമായി ശാരീരികവും മാനസികവുമായി പീഡിപ്പിക്കുകയും ചെയ്തെന്നും ഫിറോസ് ഓഡിയോ ക്ലിപ്പിൽ വ്യക്തമാക്കുന്നുണ്ട്. ഈ അസുഖത്തിന് ഈ ചികിത്സയ്ക്ക് ശേഷം ഞാൻ ശാരീരികമായി ആകെ തളർന്ന് എനിക്ക് ആരോഗ്യപരമായിട്ട് നടക്കാനും ഇരിക്കാനും ഭക്ഷണം കഴിക്കാനും ഒന്നും ഒരു ബുദ്ധിമുട്ടില്ലേ. അതിനുശേഷം എനിക്ക് ഭക്ഷണം കഴിക്കാൻ കഴിയാൻ എൻ്റെ ശരീരം പറ്റ ക്ഷീണിച്ചു, പറ്റ തളർന്നു. അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഞാനിപ്പോൾ ഉള്ളത്. അവസാനം ഞാൻ എന്നെ പീഡിപ്പിച്ചു. അവസാന ദിവസം ഞാൻ അവിടുന്ന് ചാടി രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തി. അതിനൊക്കെ എന്നെ ബലമായി പിടിച്ചു നിർത്തി ബലം പ്രയോഗിച്ച് 2-3 ആളുകൾ കൂടിയിട്ട് അതിക്രൂരമായി അത് അവിടുന്ന് രക്ഷപ്പെടാൻ കഴിയാതെ അവർ വീണ്ടും അവിടെ. അതിനിടെ ഫിറോസ് കേന്ദ്രത്തിൽ നിന്നും രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഇതോടെ സിദ്ധനും മറ്റു 2 പേരും ചേർന്ന് ഫിറോസിനെ മുറിയിലടച്ചു. തന്റെ രോഗം മൂർച്ഛിച്ചതോടെ വീട്ടിലേക്ക് പറഞ്ഞേക്കുകയായിരുന്നതും ഫിറോസ് വ്യക്തമാക്കുന്നുണ്ട്. ഇക്കഴിഞ്ഞ ശനിയാഴ്ചയായിരുന്നു ഫിറോസ് മരണപ്പെട്ടത്. വ്യാജ ചികിത്സാ കേന്ദ്രത്തിനെതിരെ നടപടിയെടുക്കണമെന്ന് നാട്ടുകാർ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. ഇതേ ആവശ്യത്തോടെയാണ് ഫിറോസ് തന്റെ വോയിസ് ക്ലിപ്പുകൾ അവസാനിപ്പിച്ചത്. ധൈര്യമുണ്ടെങ്കിൽ, തന്റെ ഇടമുണ്ടെങ്കിൽ, ആണാണെങ്കിൽ ആ ചെറുപ്പക്കാരന്റെ ധീരരോധനം കേന്നമ്മകാര് സമൂഹത്തെ കാണിക്കുമ്പോൾ, മീഡിയകളിലൂടെ പരസ്യപ്പെടുത്തപ്പെടുമ്പോൾ ഒന്ന് കാണിച്ചുകൊണ്ട് സംസാരിക്കുക. അതിനെതിരെയൊക്കെയാണ് സംസാരിക്കേണ്ടത്. മഹാന്മാർക്ക് അല്ലാഹു നൽകിയ യഥാർത്ഥ കറാമത്തുകൾക്കെതിരെയല്ല മൻസൂറെ ഒരിക്കലും തന്നെ സംസാരിക്കേണ്ടത്. ഇൻഷാ അല്ലാഹ് സത്യം സത്യമായി ഉൾക്കൊള്ളാനും മഹാന്മാരെ ബഹുമാനിക്കാനും മൻസൂറിനും വഹാബികൾക്കും ഈ വഹാബിസത്തിൽ പെട്ടുപോയ സാധുക്കൾക്കും അല്ലാഹു തആല ഭാഗ്യം നൽകട്ടെ, ഒരു മടങ്ങി വരവ് അവർക്കൊക്കെ സാധ്യമാക്കട്ടെ എന്ന് പ്രത്യേകമായി ദുആ ചെയ്തുകൊണ്ട് വആഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.